മനുഷ്യനെ ഒരുമാതിരി കാളയാക്കി കറക്കരുത് കേട്ടോ. താൻ 12 മണിക്കുള്ളിൽ കാശെത്തിക്കുന്നില്ലേ പറഞ്ഞു? ഒത്തില്ല. ഞാൻ ഒപ്പിച്ചു. നോക്കി 4 പവനുണ്ട്. ബോംബെ മാർക്കറ്റിൽ ഒരു പവന് 3800 രൂപ വെച്ച് കിട്ടും. സാരമില്ല, ബാക്കി തുകയ്ക്ക് ഞാൻ തള്ളെ ഒന്നുകൂടി വിട്ടോളാം മാല ഊരി വാങ്ങിക്കാൻ. അങ്ങനെ അടിക്കടി അയച്ചോളാം എന്റെ 50,000 തികയുന്നവരെ. അതൊന്നും വേണ്ട, ഞാൻ എങ്ങനെയും തന്നോളാം. പണ്ടാരോ? പണ്ടാരപ്പെട്ടി പൊട്ടിച്ചാലും ഞാൻ എങ്ങനെയെങ്കിലും തന്നോ. നിന്റെ പണ്ടാരം പൊട്ടിയാലും എനിക്ക് എന്റെ രൂപ കിട്ടണം. 50,000 രൂപ. ഓക്കെ? എന്താ ഓടെ വീണതാ? അങ്ങനെ മഹത്തായ 3-ാം ദിവസവും പിന്നിട്ടു. ആശാന്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് വിഷമം തോന്നുന്നു. ഒരു കാര്യം ചെയ്യും, വിഷമം തോന്നുന്നുണ്ടെങ്കിൽ താൻ കുറച്ച് വിഷം വാങ്ങിച്ച് എന്റെ വായിലോട്ട് ഒഴിച്ചാ ഞാൻ കുടിച്ചോളാം. ആശാനെ? ആശാൻ നീ മിണ്ടരുത്. കള്ളും കുടിച്ചുള്ളതെല്ലാം വിളിച്ചു കൂവിയിട്ട് 50,000 രൂപ എങ്ങനെ ഉണ്ടാക്കുമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. എന്നോട് ക്ഷമിക്കണം ആശാനെ, ഇതിനെനിക്ക് പ്രായച്ചിത്തം ചെയ്യണം. പ്രായച്ചിത്തോ? അതെ, പറഞ്ഞ അവധിക്ക് നമുക്ക് 50,000 രൂപ കൊടുക്കാം. എങ്ങനെ? വഴിയുണ്ട്. വീണ്ടും നീ എന്നെ പെരുവഴിയിലാക്കുവോ? അതെ മോനെ, ദൈവം കറന്നെല്ലാം മടിക്കുന്നുള്ള തളഞ്ഞോ പിശാചുക്കൾ ഇടിച്ചു കയറുന്നത്. ഇതാര് എപ്പോ വന്ന് കാത്തിരിക്കുകയായിരുന്നു? ചിറ്റപ്പൻ വേറൊരപ്പ അകത്തിരിപ്പുണ്ട്. അതേതപ്പൻ? സ്വന്തം അപ്പൻ പങ്കുണ്ണി നായര്. ഹലോ, എന്താ? എന്റെ സ്വന്തം അപ്പം വന്നിരിക്കുന്നു. നല്ല ഫലിതം ഉള്ളത് പറയാലോ. ഉച്ചൂടെ അങ്ങോട്ട് കഴിഞ്ഞ 4 കൂട്ടി മുറുക്ക എന്നുള്ളത് എനിക്ക് നിർബന്ധമുള്ള കാര്യം. മോർണിംഗ് എത്തി. ഉച്ചയോടെ ആവുമ്പോ ആളിങ് എത്തുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? വന്നപ്പോ മുതൽ തുടങ്ങിയതാ ഈ കരച്ചിലും പിടിച്ചിലും. മോനെ, നീണ്ട 10 വർഷങ്ങൾ കഴിഞ്ഞില്ലടാ നമ്മൾ തമ്മിൽ കണ്ടിട്ട്. മോനെ അമർത്തല്ലേ മോനോട് ഈ അച്ഛന് ഒരു വിരോധമില്ല. കണ്ടില്ലടാ വേദനയുണ്ട്. എനിക്കും അച്ഛൻ തുടങ്ങിയതിൽ എന്നോട് പൊറുക്കണം. ആശ്വാസായി. അത് കണ്ടുമുട്ടിയല്ലോ. ഉള്ളത് പറയാലോ, ഭയങ്കര വികൃതിക്കാരനാ. ചെറുപ്പത്തില് ഞാൻ എന്തോ വഴക്ക് പറഞ്ഞതിന് ഇവൻ ചെയ്തെന്താന്ന് അറിയാമോ? തൊഴുത്ത് കിടക്കുന്ന ജേഴ്സി പശുവിനെ, അതും 24 ലിറ്റർ പാല് കിട്ടുന്ന ജേഴ്സി പശുവിനെ അഴിച്ചോട് സ്ഥലം വിട്ടുവൻ. പശു എന്നും എനിക്കൊരു വീക്ക്നെസ് ആയിരുന്നു അച്ഛാ. പക്ഷേ അച്ഛനതിൽ അഭിമാനമുണ്ട്. എന്റെ മോൻ പാഴായി പോയിട്ടില്ല, വലിയൊരു പാൽക്കാരനായില്ലേ. കാലത്ത് ഓഫീസിലേക്ക് പുറപ്പെട്ടപ്പോഴാണ് വിരുന്നുകാരെയൊക്കെ കണ്ടത്. എന്നാ പിന്നെ ലീവ് എടുക്കാമെന്ന് വെച്ചു. ഒരു കോ ബ്രദർ എന്ന നിലയിൽ അച്ഛനും കൊച്ചച്ഛനും വരുമ്പോൾ എന്റെ സാന്നിധ്യം ഇവിടെ ആവശ്യമാണല്ലോ. ഉള്ളത് പറയാലോ, എന്റെ മോനേക്കാൾ എന്തുകൊണ്ടും മിടുക്കൻ മൂത്തവളെ കെട്ടി ഇവനാ. ഇവിടെ നോക്ക, എന്തൊരു വിനയം, എന്തൊരു സ്നേഹം, എന്തൊരു അച്ചടക്കം. എന്നാലോ വലിയൊരു ഓഫീസറാണ് എന്നുള്ള യാതൊരു ഭാവവും ഇല്ല. അല്ലെങ്കിൽ ഞങ്ങൾ ഈ കുടിവെള്ളക്കാര് കുടിക്കാൻ അല്പം വെള്ളം വേണമായിരുന്നു. എന്ത് വെള്ളമാണ് വേണ്ടത്? ഐസ് വെള്ളം വേണോ, സംഭാരം വേണോ, കാപ്പി വേണോ, ചായ വേണോ, എന്താന്ന് വെച്ചാ പറ. എന്തായാലും കുഴപ്പമില്ല, കൊടുത്തു വിടാ. അച്ഛാ, 10 വർഷത്തിന് ശേഷം അച്ഛനും മകനും തമ്മിൽ കാണുന്നതല്ലേ, അവർക്ക് ഒരുപാട് സംസാരിക്കാനുണ്ടാവും. നമുക്ക് അപ്പുറത്തേക്ക് ഇരിക്കാം. ശരിയാ, നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞങ്ങൾ അപ്പുറത്തോട്ടിരിക്കാം. ഓം നമഃ ശിവായ. അച്ഛൻ വന്നാട്ടെ, വാ. എന്താ ഉദ്ദേശം? 60,000 രൂപ എനിക്ക് ഇപ്പൊ കിട്ടും. 60? അതേടോ, സതിയിൽ നിന്നുള്ള 50,000, 10 എന്റെ വാടക, അങ്ങനെ 60,000. അപ്പൊ എന്റെ കമ്മീഷനാ, അതിന് നിന്റെ അപ്പുറം വിടണോ? ഓരത് ഞാൻ മറന്നുപോയതാ. അപ്പോ ഇവന്റെ ഈ ചെച്ചന്റെ 10ഉം ചേർത്ത് 70,000 രൂപ മണി പോലെ ഇവിടെ എണ്ണി വെച്ചിട്ടില്ലെങ്കിൽ ഞാനിത് മാനാഞ്ചിറ കൊളാക്കും. അങ്ങനൊന്നും വേണ്ട. ഞാൻ എങ്ങനെ 70,000 രൂപ തരേണ്ടത്? ഞാൻ പറഞ്ഞുതരാം മോനെ, ഞാൻ പറഞ്ഞു തരടാ. പിന്നെ ഈ 500 നോട്ട് ഇങ്ങനെ അടക്കി വെച്ചാ മതി.
കുറച്ച് 100 കൂടെ ആയിക്കോട്ടെ, ഇത്ര അത്യാവശ്യമുണ്ട്. 100 അല്ല 500 500 തന്നാ മതി. ഓ ആയിക്കോട്ടെ, രണ്ടുപേരും വഴക്കണ്ട. 500 100 കൂട്ടി 500 അച്ഛൻ എപ്പോഴും വസ്ത്രധാരണത്തിൽ നല്ല ശ്രദ്ധ തന്നെ. അയ്യോ, ഇതെന്താ ബോട്ടിന്റെ സ്റ്റിയറിംഗോ കഴുത്തി? ബോട്ടിന്റെ അല്ല മോളെ, കപ്പലിന്റെ അച്ഛൻ എന്റെ മോളെ നല്ല ഐശ്വര്യമുള്ള മോളും. ഏടാ, ഈ മോളെ കാണുമ്പോഴേ നമ്മളെ പുള്ളിപ്പശിലെ പാറക്കുട്ടി. ഏത് പുള്ളി പശു? എടാ, കൂട്ടി ചത്തുപോയില്ലേ, എനിക്ക് അതിന് ഓർമ്മ വരുന്നേ. അതേ ഫേസ് കട്ട്. അടപ്രഥമൻ അച്ഛന് വലിയ ഇഷ്ടാത്രേ, മമ്മി ഉണ്ടാക്കണ്ട്. നിനക്കത് ഇഷ്ടാവില്ല എന്നുള്ളത് എനിക്കറിയടാ മോളെ. എന്താന്നറിയോ, എനിക്ക് ഒരു ഇത്തിരി ഷുഗർ കംപ്ലൈന്റ് ഉണ്ട്. അടപ്രഥമം കഴിച്ചാൽ അത് ജാസ്തി ആവുന്ന അവന്റെ വിചാരം. ഒരു കാര്യം പറയാ, ഇവന്റെ തള്ളക്ക് ഇവനും എന്റെ ഭക്ഷണ കാര്യത്തിന് വളരെ ശ്രദ്ധയാണ്. ഡാഡിക്കും മമ്മിക്കും വലിയ സന്തോഷായി. രാജേട്ടനെ കാണാൻ പിണക്കം മറന്ന് അച്ഛൻ വന്നല്ലോ. ഈശ്വര, പിണക്കം മാറി അച്ഛൻ വരണേന്ന് ഞാൻ ഗുരുവായൂരപ്പന് നേർന്നിരുന്നു. എന്താ ഒരു വിഷമം പോലെ? ഒന്നുമില്ല. ഏ? അച്ഛനൊന്ന് വാ. ഓ 70. 70? അത് പിന്നെ നേരത്തെ അടുത്ത കന്നിയില് അച്ഛന് 70 വയസ്സ് തികയുമെന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അടുത്ത കന്നി വരെ പിടിച്ചു നിക്കണം. ആകല്ലേ മോളെ. ചിറ്റപ്പന് വാ, ചിറ്റപ്പന് വാ. മോളെ, മോളെ. പ്രഥമൻ കഴിക്കാം. പ്രഥമൻ. എന്താ, എന്തു പറ്റി? ചീറ്റി, മൊത്തം ചീറ്റി. എന്റെ നിഗമനത്തില് ഇവിടെ ഒരു ബോംബ് പൊട്ടാൻ സാധ്യതയുണ്ട്. ഇവരുടെ കൊതിയുള്ളവർ ഓടി ഒളിക്കുന്നതാണ് ഉത്തമം. അച്ഛനെയും കൊച്ചച്ഛനെയും ഞാനൊന്ന് യാത്രയാക്കിട്ട് വരട്ടെ. അതെ, തഞ്ചു നോക്കി കഴുക്കൂലി വരാൻ വന്നിട്ടുണ്ട് തെണ്ടികള്. പെരുമാറുന്ന എന്താ അവരെ പറഞ്ഞു വിട്ടത്? ഒരു യാത്ര പോലും പറയാതെയാണല്ലോ പോയത്. എന്താ ഇത്? എന്ത് പറ്റി? ഇല്ല, ഇനി എനിക്കൊന്ന് വിളിക്കാൻ വയ്യ. എന്താ രാജേട്ടാ? എന്നോട് ക്ഷമിക്കണം. നീ സ്വീകരിച്ചതും സൽക്കരിച്ചതും എന്റെ അച്ഛനെയല്ല, പിന്നെ വേഷം കിട്ടായിരുന്നു എല്ലാം. നീ ഞാനടക്കം. ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. സത്യമാണ്, ഒരു തെറ്റേ നീ ചെയ്തിട്ടുള്ളൂ, എന്നെ സ്നേഹിച്ചു പോയത്. പക്ഷേ ഞാൻ ചെയ്തതോ തിരുത്താനാവാത്ത ഒരുപാട് തെറ്റുകൾ. പറ്റിക്കായിരുന്നല്ലേ എന്റെ പാവം മോളെ, നീ പറ്റിക്കായിരുന്നല്ലേ? ഈ അച്ഛനെ നീ പറ്റിക്കായിരുന്നല്ലേ? കളിച്ചിടത്തോളം മതി. ഈ കുടുംബത്തിൽ നിന്നെ ഇനി കണ്ടുപോരുത്. എന്താ, എന്തു പറ്റി? കളവനാണ് ഇവൻ. അമ്മയെല്ലാം ഇവൻ വിട്ടിയാക്കി. നെറികെട്ടവനെ,
ഇന്ന് ഞാൻ കൊല്ലും. എടാ, വെള്ളത്തിൽ കയറുന്നു. കൊല്ലും ഞാൻ നിന്നെ. കഴിച്ചേക്കില്ലേ? കൊല്ലും ഞാൻ. മാറി നിൽക്കില്ല. എന്റെ കൈക്ക് താലി കെട്ടിയ ആളായത്. എന്ത് കുറ്റമുണ്ടെങ്കിലും ഞാൻ സഹിച്ചോളാം. എന്തിനാ ഡാഡി പേപ്പട്ടിയെ പോലെ തല്ലിക്കൊല്ലിക്കണേ? തറവാട്ടിക്ക് ഏറ്റ കൊള്ളില്ലെങ്കിൽ പോയിക്കോളാം, ഞങ്ങൾ എങ്ങോട്ടെങ്കിലും. തെറ്റ് നമ്മുടെ ഭാഗത്തുണ്ട്. പരസ്പരം ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ കൂടുതലൊന്നും നമ്മൾ അന്വേഷിച്ചില്ല. ആവശ്യത്തിലേറെ സ്നേഹവും സ്വാതന്ത്ര്യവും കൊടുത്താ ഞാൻ എന്റെ മക്കളെ വളർത്തിയത്. പക്ഷെ സൂത്രത്തിലൊരുത്തം വന്ന് എളുപ്പം വിട്ടിയാക്കുക എന്ന് വെച്ചാ എങ്ങനെയാ ഭാനു സഹിക്കുക? അരുതാത്താണ് ചെയ്തത്, ഓർക്കണം. കള്ളവും കുതന്ത്രവും ഒന്നും ഈ അച്ഛനും അമ്മയ്ക്കും വശമില്ല. എന്തിനാ ഞങ്ങളെ പറ്റിച്ചത്? സ്നേഹം എന്താന്ന് ജീവിതത്തിൽ അറിഞ്ഞിട്ടില്ല. അത് നേടാനായിരുന്നു എല്ലാം. കിട്ടി, ആശിച്ചല്ലോ. അത് കൈവിട്ടു പോകാതിരിക്കാനുള്ള കസർത്തായിരുന്നു. ക്ഷമിക്കാനാവാത്ത തെറ്റാ ചെയ്തത്. മാപ്പ്, എന്നെ ശപിക്കരുത്. എന്താ ഇത്? എഴുന്നേക്ക്. അത്യാഗ്രഹമൊന്നും ഈ അച്ഛനില്ല. 4 പെമ്മക്കളെ തന്നപ്പോ ദൈവത്തോട് ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നുള്ളൂ, ആരോഗ്യവും ബുദ്ധിയും ഉള്ള മക്കളാവണമെന്ന്. അവര് വളർന്നപ്പോഴുള്ള പ്രാർത്ഥന നല്ലവരായ ഭർത്താക്കന്മാരെ കൊടുക്കണമെന്നായിരുന്നു. എനിക്ക് വിശ്വാസമുണ്ട്, പ്രാർത്ഥിച്ച ദൈവങ്ങൾ എന്നെ ചതിക്കില്ല. മനസ്സിൽ കാരുണ്യമുള്ളവർക്ക് കരയാൻ പറ്റൂ, കരയരുത്. എന്താ കൊച്ചുകുട്ടികളെ പോലെ? എന്തൊരു ചൂടാ എന്റെ അമ്മേ. തന്നെ എന്നെ കാക്കിയോടെ പിടികൂടി തറവാട്ടിലെത്തിച്ചിട്ടേ കാര്യമുള്ളൂ. ആശാനെ, ആ 14-ാം വാർഡിലെ ലൈലയ്ക്ക് ആശാനോട് ഒരു പുതിയ ലൈനുള്ള പോലെ എനിക്കൊരു സംശയമുണ്ട്. ഓടാ അതേന്നെ, അവളുടെ നോട്ടവും ഭാവവും ഒക്കെ കാണുമ്പോ എനിക്ക് ബലമായ സംശയമുണ്ട്. ഓടാ എന്റെ പാട്ടി. ആശാനെ, നീ പോടെ. ആശാനെ, ഓടാ. കുരിശി എന്റെ മൂ. എടാ മുനിസിപ്പാലിറ്റി ഓഫീസറെ, ചുമ്മാ നിക്കണോന്റെ മെക്കെട്ട് കയറണോടാ. സോറി, ഇപ്പൊ തിരിച്ചല്ല നേരമില്ല, സ്വല്പം ധൃതിയിലാണ്. വരട്ടെ, ഉടൻ പ്രതീക്ഷിക്കും. എന്താണോ സിബ് ഉടക്കി? വേണ്ട, ഇരുന്ന് കഴിച്ചോളൂ. എവിടെ പോയി? മിസ്റ്റർ രാജീവൻ? യെസ്. എന്താ കോബ്രദർ ഇവിടെ? കാക്കിയിട്ട് ഒരു കള്ളനെ കൈയോടെ പിടിവിടാൻ വന്നതായിരുന്നു. എന്നിട്ട് പിടി കിട്ടിയോ? കൈവിട്ടു പോയി. താമസിയാണ്ട് പിടിച്ചോളാം. കഷ്ടമായി പോയി. എനിക്ക് അത്ര ഫീൽ ചെയ്തില്ല. ഓഹോ, ഇനി ആ കള്ളനെ കണ്ടാൽ കോബ്രദർ എന്നെ ഒന്ന് ഇൻഫോം ചെയ്യണം. എന്തിനാ? അവന് മുങ്ങാനാണോ? അല്ല, പിടിക്കാൻ സഹായിക്കാം. വേണ്ട, അവനെ ഈ ഒറ്റയ്ക്ക് തളച്ചോളാം. തളച്ചേ അടങ്ങൂ. അതെ, വരട്ടെ കോ ബ്രദർ. ഇതാണ് വഴി. അത് മാവ്. അണ്ണാനെ മരങ്ങേറ്റം പഠിപ്പിക്കണ്ട. സോറി. എന്ത്? കോബ്രദർ അണ്ണാനാണെന്ന് അറിഞ്ഞില്ല. താമസിക്കണ്ടെന്ന് അറിയിപ്പിക്കാം. ഇത് വെറും ഒരു ഉമക്കത്തെ കാണരുത്. നിങ്ങളുടെ ഭർത്താവിന്റെ യഥാർത്ഥ രൂപം നേരിൽ കാണണമെങ്കിൽ നാളെ ഒരു ദിവസം അവധിയെടുത്ത് മുനിസിപ്പൽ ഓഫീസ് പരിസരത്ത് ഒളിഞ്ഞു നിൽക്കുക.
എന്ന് നിങ്ങളുടെ ഒരു അഭ്യുദയകാംക്ഷി. എന്താ ഇത്രമാത്രം ചിരിക്കാൻ? നമ്മുടെ നീതുമോളുടെ ഓരോ തമാശകളെ അവള് ചോദിക്കുക, ഭർത്താവുള്ള ഒരു സ്ത്രീയെ ഭർത്തുമതി എന്ന് വിളിക്കും, അപ്പോൾ ഭാര്യയുള്ള ഒരു പുരുഷനെ എന്ത് വിളിക്കും? നീ പറയാൻ എന്ത് വിളിക്കും? എനിക്കറിയില്ല. അയ്യടാ, അവളുടെ ഉത്തരം എന്താണെന്ന് അറിയാവോ? ഭർത്താവുള്ള ഒരു സ്ത്രീയെ ഭർത്തുമതി എന്നാണെങ്കിൽ ഭാര്യയുള്ള ഒരു പുരുഷനെ ഭാര്യമതി എന്ന് വിളിക്കണമെന്ന്. ശരിയാ, ചിലപ്പോ ഭാര്യ മതിയാക്കേണ്ടി വരും. നീ എന്താ അങ്ങനെ പറഞ്ഞു? ഒന്നുമില്ല, കിടന്നുറങ്ങാൻ നോക്ക്. രാവിലെ ഡ്യൂട്ടിക്ക് പോകേണ്ടതല്ലേ. ആ കുടം നിറഞ്ഞെടുത്ത് മാറ്റ്. മാറ്റിക്കോളോ മോനെ, മാറ്റിക്കോ മാറ്റിക്കോ. ആ, ഇനി ആ ബക്കറ്റ് ഇങ്ങോട്ട് നീക്കി വയ്ക്കും. ഈ ബക്കറ്റ് നിങ്ങളുടെ അല്ലേ? അല്ല, പിന്നെ എന്റെ അല്ല. ഈ ബക്കറ്റിന് അവകാശമില്ലേ? ഈ ബക്കറ്റിന് അവകാശമില്ലെന്ന്. ഉണ്ട്. എന്നാ പിന്നെ എല്ലാം തകർന്നാ തോന്നുന്നു. ദൈവമേ. അയ്യോ, ഇവൻ ഈ പെട്ടി എവിടെ കൊണ്ട് വച്ചിരിക്കുന്നു? തരേണ്ട. ദാ ഇവിടെയുണ്ട്.